മോർണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയ്ക്ക് ടീച്ചർ വരുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ വീഡിയോസിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വരെയാണ്. അപ്പൊ ശ്രുതി ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നതും ഇപ്പൊ വന്നിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഓരോന്നുണ്ട്, ആസ്വാദനക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, പ്രസംഗം, അങ്ങനെ ഓരോന്നും കൊണ്ട് ഇങ്ങനെ ഉന്തി വരെയാണ്. ഇന്ന് നമ്മള് ഒരു മുൻവർഷ ചോദ്യം നോക്കാം. നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചോദ്യം. ഒന്നുമില്ല, വിശകലന കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് അല്ലെ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. അതിന്റെ അർത്ഥവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അകലെയുള്ളതോ അടുത്ത് പരിചയമില്ലാത്തതോ ആയ കാര്യങ്ങൾ കേമമാണെന്നാണ് മുകളിലത്തെ ശൈലിയുടെ അർത്ഥം അല്ലെ. ഇതുപോലെ ഒട്ടേറെ ശൈലികൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഈ ക്ലാസ് കാണുമ്പോ ഇത് അത്ര സുഖമില്ല, ഞാൻ വേറൊരു ക്ലാസ് കാണട്ടെ എന്ന് അല്ലെ. അപ്പൊ അവിടെ പോയി നോക്കിയാലാണ് അവിടുത്തെ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവുക അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മളെ സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ ഒരു സുഖമില്ല, ഞാനിപ്പോ മറ്റേ സ്കൂളിലാണെങ്കിൽ ഞാൻ സംഭവമായിരിക്കാനു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിന്റെ കാര്യങ്ങള്, അതിന്റെ അവിടുത്തെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ മറ്റുള്ളിടത്തേക്കുള്ള ആ ഒരു നോട്ടം അല്ലെ, മനുഷ്യന്മാരുടെ മറ്റുള്ളത് കേമമാണെന്നുള്ള തോന്നല്, അത് ആണ് അതിന്റെ അർത്ഥം. ഇനി തേടിയ വള്ളി കാലിൽ ചുറ്റി, ഈ ശൈലിയാണ് നിങ്ങൾ വിശകലനം ചെയ്യേണ്ടത്. ഇതെന്താണ് പറയുന്നത്? തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മളടുത്തേക്ക് വരികയാണ്. നമ്മൾ കുറെ കാലമായി ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് ഒരു ദിവസം അത് നമുക്ക് മുന്നിലേക്ക് എത്തിപ്പെടുകയാണ്. അതാണ് അതിന്റെ അർത്ഥം ട്ടോ. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അല്ലെങ്കിൽ കുറെ നാളായി പ്രതീക്ഷിച്ച കാര്യം നമ്മളെ തേടി വന്നു എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം. നമ്മൾ ഒരു വ്യക്തിയെ കാണാൻ ആഗ്രഹിച്ചിരിക്കെ ആ വ്യക്തി നമ്മുടെ മുന്നിൽ പ്രതീക്ഷിക്കാതെ വരുമ്പോഴും നമ്മൾ ഈ ശൈലി ഉപയോഗിക്കാറുണ്ട്. സന്ദർഭോചിതമായി നിത്യജീവിതത്തിൽ ഈ ശൈലി നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ഏത് ശൈലി വന്നാലും ഒന്ന് വായിച്ചു നോക്കുക, അത് കൃത്യമായിട്ട് വിശദീകരിച്ച് പരീക്ഷ പേപ്പറിൽ എഴുതി വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കാണണം, മറക്കാതെ കാണണം അല്ലെ. മറക്കാതെ നിങ്ങൾ കാണണം. ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ മാരത്തോൺ നടക്കുകയാണ്. അപ്പൊ മാരത്തോണിനും രാവിലെയുള്ള മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ നിങ്ങൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.